നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വ്യക്തി, അതും ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ, പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാഷ്ട്രപതി, ആ വ്യക്തിയെ ലോക നേതാക്കൾ, ലോകരാഷ്ട്രങ്ങൾ ഒരേ സ്വരത്തിൽ നിരന്തരമായി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സമീപകാലത്തായിട്ട് ഭാരതീയരുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാകും. കാരണം അത്തരത്തിലൊരു നിരന്തര സ്തുതിക്കും അല്ലെങ്കിൽ പ്രശംസയ്ക്കും പാത്രമാകുന്നത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിയാണ് എന്നുള്ളത് ഭാരതീയരെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ള കാര്യമാണ്. പ്രത്യേകം ഓർക്കുക, പ്രേക്ഷകരോട് ഇന്ന് രാവിലെ തത്വമയി ന്യൂസ് അമേരിക്കൻ രാഷ്ട്രപതി ഡൊണാൾഡ് ട്രംപിൻ്റെ മോദി സ്തുതിയെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവച്ചിരുന്നു. ആ പങ്കുവച്ചതിന് ശേഷമാണ് അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതലായി പുറത്തു വന്നു തുടങ്ങിയത്. അടിസ്ഥാനപരമായിട്ട് ഫ്രാൻസിൽ G7 സമിറ്റ് നടക്കുന്ന വേളയിൽ ഇക്കഴിഞ്ഞ ദിവസം ബുധനാഴ്ച മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ മോദിയെ അരികിലിരുത്തിക്കൊണ്ട് മോദിയെക്കുറിച്ച് പുകഴ്ത്തി മതിയാകുന്നില്ല എന്നുള്ള തരത്തിലാണ് മോദി സ്തുതി ട്രംപ് നടത്തിയത്. അതും പരസ്യമായി തന്നെ, അതിൽ ഒളിവും മറയുമൊന്നുമില്ല. ഒരു സ്വകാര്യ സംഭാഷണത്തിലല്ല, അല്ലെങ്കിൽ ഒരു അടഞ്ഞ മുറിക്കുള്ളിലെ ചർച്ചകളുടെ ഉള്ളിലല്ല, ചർച്ചകൾക്കകത്തല്ല ഡൊണാൾഡ് ട്രംപ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ആ വാചകങ്ങൾ പദാനുപദം ഒന്ന് തർജ്ജിമ ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് തത്വമയി ന്യൂസിന് തോന്നി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഓട്ടപ്രദക്ഷിണം ഒരല്പം വ്യത്യസ്തമാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളുടെ പദാനുപദ തർജ്ജിമ ചെയ്ത് അതിനെ ഒന്ന് വിശകലനം ചെയ്യുവാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. അതിൻ്റെ കാരണം അടിസ്ഥാനപരമായിട്ട് ഇന്നോളം ഭാരതത്തിലെ ഒരു നേതാവിനും ഒരു പ്രധാനമന്ത്രിക്കും ലഭിക്കാത്തത്ര ബഹുമാന്യതയും സ്വീകരണവും സ്വീകാര്യതയുമാണ് നരേന്ദ്രമോദിയിലൂടെ ഭാരതത്തിനും ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഈ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് മോദിയെ അരികിലിരുത്തിക്കൊണ്ട് പറഞ്ഞ വാക്കുകളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. അദ്ദേഹം പറഞ്ഞത്, ഹീസ് എ വെരി ടഫ് നെഗോഷിയേറ്റർ. You look at this man, I'll give you a lesson. He's the most beautiful looking man. He looks so nice, like an angel. But actually he's as tough as a killer. But he looks so good. So he gets you by surprise. There are few people like this. ഒരു പരസ്പരമുള്ള ഒരു മീറ്റിംഗ്, മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ ഒരു ഔപചാരികത പോലെ നടക്കുന്നൊരു കൂടിക്കാഴ്ചയിലാണ് ഈ വാക്കുകൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. കഴിഞ്ഞിട്ടില്ല. ഈ വാക്കുകളുടെ പദാനുപദ തർജ്ജിമ ഞാനൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാം. ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടല്ല, ഇത് ഒരു സൗകര്യത്തിനും കൂടിയാണ്. നമ്മൾ മലയാളികളാണല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. ഹീസ് എ ടഫ് നെഗോഷിയേറ്റർ. വിലപേശലിൽ വളരെ കടുപ്പക്കാരനായൊരു വ്യക്തിയാണ് നരേന്ദ്രമോദി. ഈ മനുഷ്യന്, യു ലുക്ക് അറ്റ് ദിസ് മാൻ, നിങ്ങൾ ഈ മനുഷ്യനെ നോക്കൂ. ഐ വിൽ ഗിവ് യു എ ലെസൺ. ഞാൻ നിങ്ങൾക്ക് ഒരു പാഠം പഠിപ്പിച്ചു തരാം ഈ മനുഷ്യനെക്കുറിച്ച് എന്നുള്ളതാണ് അതിൽ അടങ്ങിയിരിക്കുന്ന ആന്തരികാർത്ഥം. ഹീസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലുക്കിംഗ് മാൻ. ഏറ്റവും വശ്യമായ ഒരു പ്രത്യക്ഷ രൂപമുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. മനോഹരമായ ഒരു രൂപഭംഗിയാണ് നരേന്ദ്രമോദിയുടേത് എന്നർത്ഥം. ഹി ലുക്ക് സോ നൈസ്. വളരെ ശാന്ത സ്വഭാവിയും വളരെ സൗമ്യനും സുന്ദരനുമാണ് നരേന്ദ്രമോദി കാഴ്ചയിൽ. ലൈക്ക് എൻ ഏഞ്ചൽ. ഒരു മാലാഖയെ പോലെ സുന്ദരനാണ് നരേന്ദ്രമോദി എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ അഭിപ്രായം. ബട്ട് ആക്ച്വലി ഹീസ് ആസ് ടഫ് ആസ് എ കില്ലർ. പക്ഷേ ഒരു കൊലപാതകിയെപ്പോലെ കടുപ്പമേറിയ പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റെത്. കൊലപാതകിയെപ്പോലെ കടുപ്പമേറിയ പ്രകൃതമെന്ന് മലയാളത്തിൽ പറയുമ്പോൾ അതിനൊരു നകാരാത്മകതയുണ്ട്. പക്ഷേ ഇംഗ്ലീഷിലത് ടഫ് ആസ് എ കില്ലർ എന്ന ഒരു സകാരാത്മകമായ പൊതുമണ്ഡലത്തിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് ആ മനുഷ്യൻ എന്ത് വാദപ്രതിവാദത്തിനാണോ, അല്ലെങ്കിൽ ഒരു സമവായത്തിനാണോ, അല്ലെങ്കിൽ ഒരു വിലപേശലിനാണോ ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും ആ മനുഷ്യനോടൊപ്പം ഇരിക്കേണ്ടി വരുന്നത്, ആ സമവായത്തിലോ വിലപേശലിലോ ആ മനുഷ്യനെ പറഞ്ഞ് തോൽപ്പിക്കുക അല്ലെങ്കിൽ പിന്നോട്ട് നീങ്ങുവാൻ പ്രേരിപ്പിക്കുക അസാധ്യമാണ്. അത്രയും കടുപ്പമേറിയ പ്രകൃതക്കാരനാണ് എന്നുള്ളതാണ്. ടഫ് ആസ് എ കില്ലർ. ബട്ട് ഇൻ റിയാലിറ്റി ഈസ് ആസ് ടഫ് ആസ് എ കില്ലർ. ബട്ട് ഹി ലുക്ക് സോ ഗുഡ്. വീണ്ടും മോദിയുടെ ഒരു രൂപഭംഗിയെക്കുറിച്ചാണ് പറയുന്നത്. ഹി ലുക്ക് സോ ഗുഡ്. അതായത് വളരെ സൗമ്യനും സുന്ദരനുമായി കാണപ്പെടുന്ന മോദി. അതുകൊണ്ട് തന്നെ സോ ഹി ഗെറ്റ്സ് യു ബൈ സർപ്രൈസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഇരിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ അദ്ദേഹവുമായി വിലപേശുവാൻ ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ആളുകളെ അത്ഭുതപ്പെടുത്തി കളയുമെന്ന് പറഞ്ഞാൽ ഞെട്ടിച്ച് കളയുമെന്നാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്, സർപ്രൈസായിട്ട്. കാരണം അത്തരത്തിലൊരു
പ്രവർത്തന രീതി അല്ലെങ്കിൽ മോദിയുടെ ഒരു സംസാര രീതിയോ അല്ലെങ്കിൽ ഒരു വിലപേശലിൻ്റെ ഒരു രീതിയോ ഒന്നും ആരും പ്രതീക്ഷിക്കില്ല. മോദിയുടെ ഈ ഒരു രൂപഭംഗിയും ഭാവങ്ങളും കൊണ്ട് അദ്ദേഹം വളരെ ശാന്തനും സൗമ്യനും സുന്ദരനുമായതുകൊണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ദർ ആർ എ ഫ്യൂ പീപ്പിൾ ലൈക്ക് ദിസ്. ഇദ്ദേഹത്തെ പോലെ വളരെ ചുരുക്കം വ്യക്തിത്വങ്ങളെ ഉള്ളൂ എന്നാണ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത്. കഴിഞ്ഞില്ല. ട്രംപ് പിന്നീടും മോദിയെക്കുറിച്ച് സ്തുതിച്ചുകൊണ്ട് പറയുന്നതും മോദിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി പറയുന്നതും ആസ് ലോങ് ആസ് ഐ ആം പ്രസിഡന്റ് ദേ എന്നുദ്ദേശിക്കുന്നത് ഇന്ത്യയാണ്, ഹാവ് എ ഗ്രേറ്റ് ഫ്രണ്ട് ഇൻ ദ വൈറ്റ് ഹൗസ്, എവറി വൺ ലവ്സ് ഇന്ത്യ ആൻഡ് ദേ ഹാവ് ട്രമെൻഡസ് റെസ്പെക്ട് ഫോർ ദിസ് മാൻ എന്ന് പറയുന്നത് PM നരേന്ദ്രമോദിയാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ അമേരിക്കയുടെ രാഷ്ട്രപതിയായിരിക്കുന്നിടത്തോളം കാലം വൈറ്റ് ഹൗസിൽ അമേരിക്കയുടെ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയിൽ ഭാരതത്തിന് എന്നും ഒരു സുഹൃത്തുണ്ടായിരിക്കും. എല്ലാവർക്കും ഭാരതത്തിനെ പ്രതി വലിയ ബഹുമാനം അല്ലെങ്കിൽ ഒരു വലിയ ആദരവ് ഉള്ളിൽ സൂക്ഷിക്കുന്ന വ്യക്തിത്വങ്ങളാണ് വൈറ്റ് ഹൗസിലുള്ളത്. എവരി വൺ അല്ലെങ്കിൽ എല്ലാവർക്കും സർവ്വവ്യാപിയാണ് ഭാരതത്തെ പ്രതിയുള്ള ഒരു ബഹുമാന്യത അല്ലെങ്കിൽ ഒരു സ്വീകാര്യത, ആദരവ്. ആൻഡ് എല്ലാവർക്കും ഈ മനുഷ്യനെ നരേന്ദ്രമോദിയെ ഇഷ്ടമാണ്. നരേന്ദ്രമോദിയെ എല്ലാവരും സ്നേഹിക്കുന്നു. പീപ്പിൾ സേ ഹീ ഈസ് സച്ച് എ നൈസ് മാൻ. I said he is very tough. He is a tough trader and he loves the Indian people, but he also loves the USA. We had Howdy Modi in Houston. The stadium was full. We'll be going to India sometime in the future, he added. ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ആളുകൾ പറയുന്നു ഇദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്, പക്ഷേ ഇദ്ദേഹം കടുപ്പമേറിയൊരു വിലപേശൽക്കാരനാണ്, ഒരു വ്യാപാരിയാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ഭാരതത്തിലെ ജനങ്ങളോട് വളരെയധികം സ്നേഹവും താല്പര്യവും അവരെക്കുറിച്ചുള്ളൊരു ചിന്തയും ഉള്ളിൽ കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം അമേരിക്കയിലെ ജനങ്ങളെയും സ്നേഹിക്കുന്നു. ഞങ്ങൾ ഹൗഡി മോഡി എന്നുള്ളൊരു പരിപാടി ഹ്യൂസ്റ്റണിൽ ചെയ്തിരുന്നു. താമസിയാതെ തന്നെ ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന ആദ്യത്തെ ഞാനും മോദിയും കൂടി എന്നുള്ള, അടുത്ത ഞങ്ങളെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ ഔദ്യോഗിക സംഘം, ഞാനും അദ്ദേഹം ഉൾപ്പെടുന്ന ഔദ്യോഗിക സംഘം താമസിയാതെ ഭാരതം സന്ദർശിക്കും. അതിനുമപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന് ഇന്നലെ വരെ ഒരു കിംവദന്തികളായി മാത്രം നിലനിന്നിരുന്ന ഒരു വസ്തുത അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്തു. അവസാനമായി അദ്ദേഹം പറയുന്നത്, ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് റിലേഷൻഷിപ്പ്. ഇഫ് ദേ വെർ അറ്റാക്ഡ് വി വുഡ് ബി ദെയർ ടു ഹെൽപ്പ് ദം. If anybody attacks that man, we are going to be there. If they are attacked and he is the leader, we are going to be there to help. അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുകളാണ്, അവസാനമായിട്ട് പറഞ്ഞു വെച്ച വാക്കുകളാണിത്. അതായത് ഞങ്ങൾ തമ്മിലുള്ളത്, വ്യക്തിപരമായും രാജ്യങ്ങൾ തമ്മിലുമുള്ളത് വളരെ നല്ലൊരു ബന്ധമാണ്. ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ഭാരതം എന്തെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ, ഈ മനുഷ്യൻ എന്തെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ, ഈ മനുഷ്യനാണ് ഭാരതത്തിൻ്റെ നേതാവെങ്കിൽ ഞങ്ങൾ ഭാരതത്തിനെ സഹായിക്കാൻ എത്തിയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് വീണ്ടും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, അവർ ആക്രമിക്കപ്പെട്ടാൽ, അവരെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഭാരതത്തെയാണ്. ആക്രമിക്കപ്പെടുമ്പോൾ ഈ മനുഷ്യനാണ് ഭാരതത്തിൻ്റെ നേതാവെങ്കിൽ, അതായത് പ്രധാനമന്ത്രിയെങ്കിൽ, വി ആർ ഗോയിങ് ടു ബി ദാറ്റ് ടു ഹെൽപ്പ്. ഞങ്ങൾ അവിടെ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അത് ഒരു അസന്നിഗ്ധമായി പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹത്തിനെ കുറിച്ച് ഈ വെസ്റ്റ് ഏഷ്യൻ സംഘർഷത്തിൽ, ഈ മധ്യപൂർവ്വ ഏഷ്യയിലും ഇറാനിലുമൊക്കെ നടക്കുന്ന സംഘർഷത്തിൽ ഭാരതത്തിന് എന്തെങ്കിലും ഒരു ഭൂമിക ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഭൂമിക ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദിയുമായി ഞങ്ങൾ ദീർഘനേരം സംഭാഷണം നടത്തി. തീർച്ചയായും ഭാരതത്തിന് വലിയൊരു പങ്ക് ഈ ഒരു സമാധാന കരാറിൽ വഹിക്കുവാൻ കഴിയുമെന്നെല്ലാം പറഞ്ഞ് ഒരുപാട് നേരം. പക്ഷേ മോദി സ്തുതി നിർത്തുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടെ മോദിയെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട വാക്കുകൾ ഇവയാണ്. അടിസ്ഥാനപരമായിട്ട് മോദി ഒരു മാലാഖയെ പോലെ സുന്ദരനാണ്, മോദി വളരെ നല്ല മനുഷ്യനാണ്. പക്ഷേ അതോടൊപ്പം തന്നെ വിലപേശലിൻ്റെ കാര്യം വരുമ്പോൾ വളരെ കാഠിന്യമുള്ള പ്രകൃതക്കാരനാണ്, ഒരു തരത്തിലും പിൻവാങ്ങാത്ത സ്വഭാവക്കാരനാണ് എന്നുള്ള അഭിപ്രായങ്ങളെല്ലാം ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് പങ്കുവെച്ചത് നരേന്ദ്രമോദിയെ പ്രീതിപ്പെടുത്തുവാനും സമീപകാലമായി ഭാരതത്തിനും അമേരിക്കയ്ക്കുമിടയിൽ നിൽക്കുന്ന ബന്ധത്തിലുണ്ടായ ഒരു ചെറിയ ഉലച്ചിൽ, അതും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രവൃത്തികൾ കാരണം, അത് നികുതി സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളാകട്ടെ, അദ്ദേഹത്തിൻ്റെ ചില
ആ സമയത്തുള്ള അല്ലെങ്കിൽ ആസ്ഥാനത്തുള്ള പ്രസ്താവനകളാകട്ടെ, ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രതിയുള്ളതാണെങ്കിലും അത്തരത്തിലുള്ള പ്രസ്താവനകളെ പ്രതിയാണെങ്കിലും ആ ബന്ധത്തിൽ അമേരിക്കയും ഭാരതവുമായുള്ള ഒരു ബന്ധത്തിലും ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയുമായിട്ടുള്ള വ്യക്തിബന്ധത്തിലും ഒരു ചെറിയ ഉലച്ചിൽ സംഭവിച്ചിരുന്നു. ആ ഉലച്ചിൽ മാറ്റുവാനും പഴയ പ്രീതി നരേന്ദ്രമോദിയിൽ നിന്ന് നേടിയെടുക്കുവാനുമാണ് ട്രംപ് ശ്രമിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അടിസ്ഥാനപരമായി പ്രേക്ഷകരെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഇമാനുവൽ മാക്രോൺ ഫ്രാൻസിൻ്റെ രാഷ്ട്രപതി, മുൻപ് കാനഡയുടെ പ്രൈം മിനിസ്റ്ററായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ, പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ, ഇത്തരത്തിലുള്ള നേതാക്കളെയൊക്കെ ട്രംപ് ഏത് രീതിയിലാണ് അഭിസംബോധന ചെയ്തിരുന്നത്, അവരോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നുള്ളതെല്ലാം പ്രേക്ഷകരെ ഞാൻ പ്രത്യേകിച്ച് ഇനി വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. അടിസ്ഥാനപരമായിട്ട് ട്രംപ് ഒരു വ്യക്തിക്ക് പരസ്യമായി ബഹുമാനം കൊടുക്കുക എന്നുള്ളത് വളരെ ദുർലഭമായൊരു കാഴ്ചയാണ്. അത്തരത്തിലൊരു കാഴ്ചയാണ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഇന്നലെ ലോകം കണ്ടത്. ആ ബഹുമാനം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. എന്തുകൊണ്ടാണ്? വ്യക്തിത്വം കൊണ്ടാണോ? വ്യക്തിത്വം തീർച്ചയായിട്ടുമുണ്ട്. അടിസ്ഥാനപരമായിട്ട് അതിനുമപ്പുറത്തേക്ക് തൻ്റെ രാജ്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ ദൃഢനിശ്ചയം കൈക്കൊണ്ട ഒരു വ്യക്തി, ഒരു ലോക നേതാവ്, ആ ദൃഢനിശ്ചയത്തോടുകൂടി ഒപ്പം 140 കോടി ഭാരതീയരുടെ പിന്തുണയോടുകൂടി ലോക നേതാക്കന്മാരുടെ മുൻപിലെത്തുമ്പോൾ രാവിലെ തത്വമയി ന്യൂസ് പ്രേക്ഷകരോട് പറഞ്ഞതുപോലെ നീലപ്പരവതാനി വിരിച്ച് തന്നെ, ചുവന്ന പരവതാനിക്കും മേലെ നീലപ്പരവതാനി വിരിച്ച് തന്നെ ലോക നേതാക്കൾ അദ്ദേഹത്തെ ആനയിക്കും. ഭാരതത്തിൻ്റെ പ്രധാന സേവകനെ ആനയിക്കും, ഒരു ചക്രവർത്തിയെപ്പോലെ. ആ ചക്രവർത്തിക്കുള്ള ബഹുമാനമാണ് ഡൊണാൾഡ് ട്രംപ് വാക്കുകളിലൂടെ അടിസ്ഥാനപരമായിട്ട് സ്തുതി പാഠകനായി മാറി, മോദിയുടെ സ്തുതി പാഠകനായി മാറി മാധ്യമങ്ങൾക്ക് മുമ്പിൽ കെട്ടഴിച്ചു വിട്ടത്. ഒരു ജലപ്രവാഹം പോലെ, നിലയ്ക്കാത്തൊരു ജലപ്രവാഹം പോലെ, അമേരിക്കയുടെ കണ്ടക്സ്റ്റിൽ കാനഡയുടെ കണ്ടക്സ്റ്റിലും കൂടി പറയുകയാണെങ്കിൽ, അവരുടെ കാര്യങ്ങളൊക്കെ പരാമർശിച്ചതുകൊണ്ട് അവരുടെ ഒരു ഭൂപ്രകൃതി വെച്ച് പറയുകയാണെങ്കിൽ നയാഗ്ര വെള്ളച്ചാട്ടം പോലെയുള്ള സ്തുതിഗീതങ്ങൾ മോദിയെ പ്രതി ഒഴുക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. അതിൻ്റെ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ ആ ഭാഗങ്ങൾ ഞാൻ മലയാളത്തിൽ തർജിമ ചെയ്ത, പദാനുപത തർജിമ എന്ന് തന്നെ പറയാം. കാര്യം ഈ ഒരു ടഫ് നെഗോഷിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ കടുപ്പമേറിയ നെഗോഷിയേറ്റർ എന്നുള്ളതിനേക്കാൾ മലയാളത്തിൽ സരളമായ പ്രയോഗം, ഒരു നല്ല വിലപേശലുകാരൻ അല്ലെങ്കിൽ നല്ല വ്യാപാരി, നല്ലതുപോലെ സംസാരിക്കാൻ അറിയാവുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് തൻ്റെ വരുതിക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വിലപേശലുകാരൻ എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ പദാനുപത തർജിമ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കടുപ്പമേറിയ വിലപേശലുകാരൻ, കാഠിന്യമേറിയ വിലപേശലുകാരൻ, ടഫ് ആസ് എ കില്ലർ, ഒരു കൊലപാതകിയെപ്പോലെ കാഠിന്യമുള്ളവൻ, മനസ്സ് കഠിനമായവൻ എന്നുള്ളതാണ്. അത് ക്രൂരമാനസ്കൻ എന്നുള്ള ഒരർത്ഥത്തിലല്ല ടഫ് ആസ് എ കില്ലർ മനസ്സിലാക്കേണ്ടത് എന്ന് പ്രേക്ഷകർക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ ഈ ക്ലോസറ്റ് ഇൻ്റലക്ച്വൽസ് എന്ന് പറയുമ്പോൾ യൂറോപ്യൻ ക്ലോസറ്റ് ഓർമ്മ വരുന്ന ചിലർ മലയാളികളുടെ ഇടയിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പദാനുപത തർജിമ പ്രധാനമായിട്ട് ചെയ്തത്. തന്നെയുമല്ല, ഇത്തരത്തിലുള്ള പ്രശംസയും ബഹുമാനവും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്കാണ് ലഭിക്കുന്നത്, അല്ലാതെ നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിക്കല്ല. നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട്, വേദങ്ങൾ എഴുതിയ ആളുകൾ, വേദത്തിലും ഉപനിഷത്തുകൾ എഴുതിയ വ്യക്തികളെ പലപ്പോഴും നാം ഓർക്കാറില്ല. അപ്പോൾ നരേന്ദ്രമോദി എന്നുള്ള വ്യക്തി അവരുടെ മുൻപിലൊക്കെ എത്രയോ നിസാരനാണ്, തുച്ഛനാണ്. ഞാൻ കടന്നു പോകും, ഭാരതം നിലനിൽക്കും. അതാണ് നരേന്ദ്രമോദിയുടെ ആശയം, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മാർഗരേഖ. ആ മാർഗരേഖ കൃത്യമായി ലോക നേതാക്കൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ആ മാർഗരേഖയിൽ നിന്ന് ഭാരതത്തിൻ്റെ നന്മയെ കരുതി അണുവിട താൻ വ്യതിചലിക്കില്ല എന്നുള്ള ഉറപ്പോടുകൂടി അവരുമായി ഇടപഴകുന്ന ഒരു ലോക നേതാവായി നരേന്ദ്രമോദി അവരുടെ മുൻപിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബഹുമതികളും ബഹുമാനങ്ങളും പുരസ്കാരങ്ങളും പ്രശംസകളും അദ്ദേഹത്തെ തേടി ദൈനംദിനമെന്നോ ആണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് പ്രേക്ഷകരോടൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നു, ഇനി ഏതെങ്കിലും രാഷ്ട്രത്തിലെ പരമോന്നത ബഹുമതി അദ്ദേഹത്തിന് ലഭിക്കാനുണ്ടോ? പാലസ്തീനിലെയും ഇസ്രായേലിലെയും വരെ ലഭിച്ചു കഴിഞ്ഞു. ഇനി വല്ല കോങ്കോയോ വല്ലതും ഉണ്ടെങ്കിൽ അവർ കൊടുക്കുമായിരിക്കും. അവസാനം ഇത് വയ്ക്കുവാനായിട്ടൊരു പ്രത്യേക മ്യൂസിയം ഭാരതം നിർമ്മിക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും ഭാരതത്തിനാണിത് അഭിമാന നിമിഷം, അതിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു സ്തുതിപാടൽ അല്ലെങ്കിൽ ഒരു സ്തുതി ഗീതം
പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഒരു കൗതുകത്തിന് വേണ്ടി മാത്രമല്ല, ഭാരതത്തിൻ്റെ അഭിമാന ആയിരുന്നു അത് എന്നുള്ളത് കൊണ്ടാണ്. അത് അമേരിക്കയുടെ രാഷ്ട്രപതി ഭാരതത്തെ പുകഴ്ത്തുന്നത് വലിയൊരു കാര്യമായതുകൊണ്ടല്ല. അമേരിക്കയുടെ രാഷ്ട്രപതിയെ കൊണ്ടുപോലും ഇത്തരത്തിൽ നമ്മളെക്കുറിച്ച് പറയിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മളൊരു മൂന്നാം ലോക രാഷ്ട്രമല്ല എന്ന് ലോകത്തോട് അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ കീർത്തി ലോകമൊട്ടാകെ പരക്കുന്നു. അതിനൊപ്പം അല്ലെങ്കിൽ അതിനും ഒരു പടി മുകളിൽ ഭാരതത്തിൻ്റെ കീർത്തിയും ഭാരതത്തിൻ്റെ പ്രതാപവും ലോകമൊട്ടാകെ പരക്കുന്നു എന്നുള്ള സത്യം പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുവാനും നിങ്ങളോടൊപ്പം ആ സന്തോഷം ഒന്ന് പങ്കിടുവാനും വേണ്ടിയാണ്. ഈ സന്തോഷം നമ്മൾ പങ്കിടുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരുമായും നിങ്ങൾ ഈ സന്തോഷം പങ്കിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് യോജിപ്പാകട്ടെ വിയോജിപ്പുകളാകട്ടെ, കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം ഇത്തരത്തിലുള്ള ആശയ സംവാദങ്ങളിലൂടെയാണ് തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായിട്ടുള്ളൊരു ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ആ ബന്ധം കൂടുതൽ ദൃഢമാകുവാൻ വേണ്ടി തത്വമയി ന്യൂസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. ഞങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണ്, അതിൽ ക്ഷമ ചോദിക്കുന്നു. നമ്മൾ നീങ്ങുകയാണ്. കാരണം തത്വമയി ന്യൂസിന് പ്രേക്ഷകർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. മറ്റെന്തും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് തത്വമയി ന്യൂസ്. നിങ്ങളാണ് ഞങ്ങളുടെ കുടുംബം. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ കുടുംബത്തിൻ്റെ ഭാഗമാണ് നിങ്ങളെന്നുള്ളത് ഉറപ്പുവരുത്തുക. അഭിമാനത്തോടു കൂടി പറയുക, ഞാൻ ഭാരതീയനാണ് എന്നുള്ളത്. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.